ഞാൻ വരുന്നില്ല ടീച്ചറെ. അതെന്താ? നീ മുൻപ് പോയിട്ടില്ലല്ലോ. ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി ഉണ്ടോ? ഇല്ല. പിന്നെന്താ? അമ്മയോട് ചോദിച്ചില്ല. ടൂറിന്റെ കാര്യം ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നതാ, എന്നിട്ട് ഇതുവരെ ചോദിച്ചില്ലേ? മറന്നുപോയി. സാരമില്ല, നിന്റെ പേര് കൂടി ഞാൻ ചേർത്തേക്കാം. വേണ്ട ടീച്ചറെ, അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ നാളെ പറയാം. ലിസ്റ്റ് കൊടുക്കേണ്ട അവസാന തീയതി ഇന്നാ. ഇവളുടെയും കൂടെ പേര് എഴുതിക്കോ ടീച്ചറെ. ഞാൻ വരുന്നില്ല നന്ദനെ. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കണ്ടേ ജാനകി? എത്രയോ പേരാ ഇവിടെ ടൂറിന് വരുന്നത്. പിന്നെ ഒന്നിച്ചു പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടി ഒരുമിച്ചൊരു യാത്ര പോകാൻ പറ്റുന്നതൊക്കെ ഒരു രസമല്ലേ? ഇങ്ങനെ ഒരവസരം ജീവിതത്തിൽ ഇനി എന്തെങ്കിലും കിട്ടുമോ? രത്നമ്മ ടീച്ചറോട് ഞാൻ പറഞ്ഞേക്കാം. ഏതായാലും നിന്റെ പേരും കൂടി ഞാൻ എഴുതി ചേർക്കാൻ പോവാ. പൊയ്ക്കോ. ജാനകിയെ രത്നമ്മ ടീച്ചറെ വിടില്ല, അത്രേ ഉള്ളു കാര്യം. എനിക്കും തോന്നി. അല്ലെങ്കിൽ ടൂറിന് പോകാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടോ? രത്നമ്മ ടീച്ചറെ, ബാംഗ്ലൂർ മൈസൂർ ടൂറിന് ഞാൻ ജാനകിയുടെ പേരും ചേർത്തിട്ടുണ്ടേ. അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ ടീച്ചറെ. അവൾക്ക് അങ്ങനെയുള്ള യാത്രയൊന്നും തീരെ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതുവരെ പോയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ജാനകിയും പോട്ടെ രത്നമ്മ ടീച്ചറെ. ക്ലാസ്സിലെ മാത്രമല്ല, ഈ സ്കൂളിലെ തന്നെ ഏറ്റവും മിടുക്കിയായ കുട്ടിയല്ലേ ജാനകി? അല്ല, അവളെന്നോട് ഇതുവരെ അക്കാര്യം പറഞ്ഞില്ല. ആ, മറന്നുപോയി എന്നാ ജാനകി പറഞ്ഞത്. രത്നമ്മ ടീച്ചറിന്റെ സ്വന്തം മോളായിരുന്നെങ്കിൽ ജാനകി ടൂറിന് വിടാതിരിക്കൂ? ഞാൻ വിടാത്തതാണോ ടീച്ചറെ? അവൾ എന്നോട് ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല. പേര് തന്നിട്ടുണ്ടെങ്കിൽ ജാനി പൊയ്ക്കോട്ടെ, എനിക്കതിൽ എന്താ എതിർപ്പ്? അങ്ങനെ രാജാവാകാൻ പോയ കുറുക്കന്റെ കഥ കഴിഞ്ഞു. അയ്യേ, ഇത് ഞാൻ UKG കേട്ടിട്ടുള്ള കഥയാ. എല്ലാ കഥയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇതൊക്കെ ചേച്ചിക്കുട്ടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ, ഈസോപ്പ് കഥകൾ.